ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു ഹെൽമെറ്റിൻ്റെ വൈസർ ഫിറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. എർഗോ എന്ന കമ്പനിയിലെ ജെറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞ മോഡലുണ്ട്. അതിന് സാധാരണ ഒരു പീക്ക് മാത്രം വെച്ചിട്ടാണ് വരാറ്. നമുക്കതിന് പീക്കും വയ്ക്കാൻ പറ്റും, വേണമെങ്കിൽ വൈസറും വയ്ക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാം. ഇത് ഉപയോഗിച്ച് പഴക്കമുള്ളതാണ് കേട്ടോ, 1-2 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പീക്കൊക്കെ പോയി, പീക്കൊക്കെ ആകെ തുരുമ്പായി കണ്ട. ഇവിടെ ഒരു റിവിറ്റാണ്, വലിയ റിവിറ്റാണ് വരാറ്. ആ റിവിറ്റൊക്കെ തുരുമ്പൊടിച്ചിരിക്കുകയാണ്. ഇനി ആ റിവിറ്റ് പതുക്കെ ഊരണം, വളരെ ശ്രദ്ധിച്ച് ഊരണം. ഊരിട്ടാണ് ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ അത് ഊരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് ഫുള്ള് തിക്കിക്കഴിഞ്ഞാൽ ഇതിനെ പറഞ്ഞിങ്ങോട്ട് പോരും. പറഞ്ഞു പോരാതെ ഈ മുകളിലത്തെ പ്രസ് ബട്ടൺ മാത്രം ഊരിയെടുക്കണം. ഈ പ്രസ് ബട്ടൺ മാത്രം ഊരാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇടയിലേണ്ട ഏറ്റവും അടിയിലെ പ്ലേറ്റ്, ഈ ഏറ്റവും അടിയിലൊരു തകിടുണ്ട്, അതുമ്പോൾ തിക്കരുത്. അതിൻ്റെ ഇടയിലായിട്ട് തിക്കി കൊടുക്കുന്നത്. ഇതിങ്ങനെ തിക്ക പതുക്കുക, തിക്കഴിയുമ്പോൾ അത് പോരും. ഇതേപോലത്തെ ബുഷ് തുരുമ്പിടിച്ചിരിക്കാനാണ്ട, അതതുപോലെ പതുക്കെ തിക്കിയെടുക്കാണ്ട, ഇതേപോലെ പോരും. തിക്കിയെടുത്തതിന് ശേഷം ഇവിടെയൊക്കെ കുറേശ്ശെ ഓയിൽ കൊടുക്കുക. ആകെ തുരുമ്പാണ്, പുതിയത് കയറണമെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ ഇത്തിരി അല്പം ഓയിലൊക്കെ കൊടുത്ത് നല്ല ഗ്ലേസിങ് ആക്കി എടുക്കാം. ഇതിന് ഫിറ്റ് ചെയ്യാനായിട്ട് ഇതേപോലത്തെ പീക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ പീക്ക് കിട്ടും. നമുക്ക് ഇതേപോലത്തെ പീക്ക് കിട്ടും. വെറുതെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റെഡിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ അതിന് വൈസർ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയൊരു വൈസറും കിട്ടും. അത് എർഗോ കമ്പനിയിൽ തന്നെയാണ്, നല്ല കമ്പനി വൈസർ തന്നെയാണിത്. ഇതേപോലത്തെ വൈസർ കിട്ടും. ഈ വൈസർ മുഴുവൻ ഇതേപോലെ ബുഷുകളാണ് വേണ്ട. ഇത് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാവും. നമുക്ക് രണ്ടൊന്നും ഫിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അടിപൊളിയുണ്ട് വേണ്ട. അപ്പോൾ ചെറിയൊരു ഷെയ്ഡ് പീക്ക് റെഡിയായി. ഇത് വേണ്ട, വൈസർ മതി എന്നുണ്ടെങ്കിൽ അതൊന്ന് ഫിറ്റ് ചെയ്യാൻ മതി. ഇതാണ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പതുക്കെ വെച്ചിട്ട് ഇതേപോലത്തെ വൈസറും വയ്ക്കാൻ പറ്റും കണ്ട. അപ്പോൾ അത്യാവശ്യം പൊടി ഉണ്ടെങ്കിലും നമുക്ക് പൊടിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സുഖമായിട്ട്. അപ്പോൾ ഇതുപോലത്തെ വൈസറും ഫിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ എങ്ങനെ ഇരിക്കും എർഗോൻ്റെ. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെയാണ് നമ്മൾ ജെറ്റ് സ്റ്റാർ എൻ്റെ പീക്ക് ഫിറ്റ് ചെയ്യണതും വൈസർ ഫിറ്റ് ചെയ്യണതും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.